പറയുന്നത് അടുത്തെന്നാണ്. ഉപ വളരെ അടുത്തിരുന്ന് പഠിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് അകലെയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, അറിവില്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ അറിവിലേക്ക് നയിക്കുന്നതാണ് വിദ്യയെന്നാണ് പഠനരീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ തന്നെ സങ്കല്പം. അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞിനറിവില്ല. നിങ്ങൾ രണ്ടാമത് തീരുമാനിക്കുന്നത് അവനൊന്നും മനസ്സിലാവില്ല. ഇതൊരു പഠന രീതിയാണ്. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള രീതി. ഇത് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാരതീയ ദർശനത്തിന് വിപരീതമാണ്. അറിവില്ലായ്മയിൽ നിന്ന് ഒരിക്കലും അറിവിലേക്ക് നിങ്ങൾ എത്തില്ല. അറിവില്ലായ്മ വസ്തുവല്ല, അറിവ് വസ്തുവാണ്. അറിവ് മാത്രമേ ഉള്ളൂ. അറിവിന്റെ പല തലങ്ങളിലുള്ള അഭാവം മാത്രമാണ് അറിവില്ലായ്മ. അറിവ് അവിടെ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ പുതുതുണ്ടാവില്ല. അറിവില്ലായ്മ എന്നൊന്ന് ലോകത്തില്ല. അപ്പൊ അറിവ് മാത്രമേ ഉള്ളൂ. അറിവ് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത് കുഞ്ഞിലാണ്. വളരും തോറും അറിവില്ലായ്മയിലേക്കാണ് പോകുന്നത്, അറിവിലേക്കല്ല. അറിവിൽ നിന്നാണ് അറിവും അറിവില്ലായ്മയും ഉണ്ടായത്. ഇത് വേറൊരു പഠന രീതി. ഇവ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവില്ല. ഇവയെ യോജിപ്പിക്കാനും ആവില്ല. രണ്ടാമത്തെ രീതിയാണ് ഭാരതീയ രീതി. ആദ്യത്തെ രീതിയെ നിങ്ങൾക്ക് പാശ്ചാത്യമെന്നും ആധുനികമെന്നും ഒക്കെ വിളിക്കാം. അവയെ തമ്മിൽ യോജിപ്പിക്കാവുന്ന കണ്ണികളില്ല. കാരണം അവ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഭാരതീയ രീതിയിൽ ഉള്ള പഠനങ്ങളിൽ ആദിമമായി ഉണ്ടായത് അമീബയും ബാക്ടീരിയയും ഒക്കെയാണെന്നും അവ പരിണമിച്ചു കുരങ്ങായെന്നും ആ കുരങ്ങ് പിന്നീട് മാങ്ങ പറിക്കാൻ വയ്യാത്തത് കൊണ്ട് എത്തി നിന്ന് നോക്കിയെന്നും നടു നിവർന്നെന്നും അത് കഴിഞ്ഞ് വാല് കുറുകിയെന്നും പിന്നെ മനുഷ്യനായെന്നും ആദ്യം അറിവില്ലാതെ മനുഷ്യനുണ്ടായിരുന്നു, അവൻ ഗുഹയിൽ കഴിഞ്ഞപ്പോൾ ഗുഹാമനുഷ്യനായെന്നും ശിലകൾ ഉപയോഗിച്ച് ശിലായുഗം വന്നുവെന്നും വളർന്ന് കമ്പ്യൂട്ടർ യുഗം വരെ അവൻ എത്തിയിട്ടുണ്ടെന്നും ഇതാണ് അവന്റെ ചരിത്രത്തിന്റെ പരിണാമമെന്നുമൊക്കെ പഠിച്ചു കഴിഞ്ഞവരാ നിങ്ങൾ. ഇത്രയൊക്കെ പഠിച്ചിട്ടും ആദിമമായ അറിവ് എന്നർത്ഥം വരുന്ന ദൈവം നിങ്ങളെ വിട്ടുപോകുന്നുമില്ല. പഠിപ്പിക്കാതിരുന്നിട്ടും അത് നിങ്ങളെ പോകാതിരിക്കുന്നു. ഇത് അത്ഭുതപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെ കാണാൻ വന്നത്. എൻ്റെ അത്ഭുതം അതാണ്. എന്തേ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടും പഠിപ്പിക്കാത്ത ഈ സാധനം നിങ്ങളോടൊപ്പം നിൽക്കുന്നു? എൻ്റെ ചോദ്യം ആധുനിക ശാസ്ത്ര പഠിപ്പുള്ള നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ മാന്യമായി കഴിയുകയും ജീവിതത്തിന്റെ മേതുരദീർഘങ്ങളായ അനേക രംഗങ്ങളിൽ വിലസുകയും ചെയ്ത് കഴിഞ്ഞവരാണ് എന്നെ കേൾക്കുന്ന ചിന്മയ തപോവനത്തിലിരിക്കുന്ന ശ്രോതാക്കളെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിശ്ചയമുണ്ട്. വളരെ അടുക്കിൽ ശാസ്ത്രത്തിന്റെ ഗതീയതകളെ മാനിച്ച് നിങ്ങളെ പഠിപ്പിച്ച ശാസ്ത്രങ്ങളൊന്നും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ വസ്തുനിഷ്ഠമായി ആ പഠിപ്പിന്റെ യുക്തികൾ വെച്ചുകൊണ്ട് അപഗ്രഥിച്ചാൽ പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോയാൽ ലൗകികവും പാരത്രികവുമായ രണ്ട് അർത്ഥതലങ്ങളിലും വളരെ അടുക്കോടെ നിങ്ങളെ പഠിപ്പിച്ച ചരിത്രത്തിന്റെയും ഭൂമിശാസ്ത്രത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അംശങ്ങൾ അടുത്തവനെ പഠിപ്പിച്ചു കൊടുക്കാനെന്നതിനപ്പുറം ജീവിതായോധനത്തിന്റെ രംഗവേദിയിൽ പൂർവപൂർവങ്ങളായ അനാചാരങ്ങളല്ലാതെ മറ്റൊന്നും കൈമുതലായില്ലെന്നൊന്ന് പറഞ്ഞു പോയാൽ പെട്ടെന്ന് ശരിയെന്ന് സ്വീകരിക്കണ്ട. പെട്ടെന്ന് കയറി തെറ്റെന്നങ്ങ് വിളമ്പുകയും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആഗമനികങ്ങളും നിഗമനികങ്ങളുമായ യുക്തികളിൽ നിന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഉടനെ പറയണമെന്നില്ല. പതുക്കെ അവനവനോട് പറഞ്ഞാൽ മതി. എനിക്ക് കേൾക്കാം. എന്നോട് പറയണമെന്നില്ല. ജീവിതത്തെ സാരഗർഭമായി ബാധിക്കുന്ന ജൈവഘടനയുടെ അന്തർഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന രംഗവേദിയിലൊന്നും വർഷങ്ങളും ധാരാളം ധനവും ചെലവഴിച്ച് ഞാൻ നേടിയിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന എന്റെ എന്ന് പറയാവുന്ന, എന്നെ ഞാനാണെന്ന് ലോകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എന്റെ വ്യക്തിസത്തെ ഏതൊരു ഐഡന്റിറ്റി കൊണ്ടാണോ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്, ആ പരിചയപ്പെടുത്തുന്ന വിദ്യകളൊന്നും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഏകാന്തത്തിലിരുന്ന് ചിന്തിച്ചാൽ എന്റെ സമഗ്ര ജീവിതത്തിന്റെ ഒരംശത്തിൽ പോലും
സ്പർശിക്കുകയോ പ്രയോജനപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന്. എന്നാലും അവയെക്കുറിച്ചുള്ള അഭിമാനവും അതിലുള്ള അഹന്തയും മറ്റെന്തിനേക്കാൾ മേലെയായി എന്നിൽ നിലനിൽക്കുന്നുവെന്ന്. ഇപ്പോഴെല്ലാം ഏതോ ഒരു അന്തർധാരയിൽ എന്നെ ആരും പഠിപ്പിക്കാത്ത, ഞാൻ അറിയാത്ത ദൈവം പിരിയാതെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ ഇത്രയും പഠിപ്പുള്ള നിങ്ങൾ ദൈവദശകം പഠിക്കാൻ തയ്യാറാവുക. ദൈവം എന്ന ശബ്ദത്തെ സ്വീകരിക്കേണ്ടി വരിക. ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ പഠിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ആധുനിക അംശങ്ങളെല്ലാം കുറിച്ചു വച്ചിരിക്കുന്ന പരിണാമ ശൃംഖലയുടെ ഏത് അംശത്തിലാണ് ശാസ്ത്രീയമായി ദൈവമുള്ളത്? നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നു. ചിന്മയവിഷ്ണു വരുമ്പോഴൊക്കെ എന്നെ പേടിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ നിശബ്ദത. ഇപ്പോഴത് കൂടുതൽ പേടിപ്പിക്കും. നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾ നിശബ്ദരായതാണോ? ആണെങ്കിൽ കൂടുതൽ ഞാൻ പേടിക്കണം. ബിക്കോസ് സൈലൻസ് ഈസ് വയലൻസ്. എന്റെ ചോദ്യം അപ്രസക്തമാണ്. എന്റെ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അല്ല, പ്രസക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ ചരിത്രം എഴുതി നോക്കി. ഏത് അംശത്തിലാണ് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് പഠിച്ച വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു? നിങ്ങളുടെ ജീവിതത്തിന്റെ കർക്കശങ്ങളായ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അവസാനമായി ആശ്രയിക്കുന്നത് പൂർവമായ ആചാരങ്ങളെ മാത്രമാണെങ്കിൽ, ആ ആചാരങ്ങളെ തന്നെയാണ് നിങ്ങൾ അപഗ്രഹിച്ച് അശാസ്ത്രീയമെന്നും അനാചാരമെന്നും അസത്യമെന്നും അനൃതമെന്നും പറയുകയും പഠിക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരികയും മറുവശത്ത് അതിനെ എതിർക്കുന്നതെല്ലാം ശാസ്ത്രമെന്ന് ചിന്തിക്കേണ്ടി വരികയും ചെയ്യുന്ന രണ്ടു മുഖമുള്ള വിലക്ഷണമായ ആധുനിക മനുഷ്യൻ. ആചാരമാണ് ശാസ്ത്രം എന്ന് വിശ്വസിക്കുകയും അതുമാത്രം അവലംബിക്കുകയും അതിനപ്പുറത്തൊന്നുമില്ലെന്ന് പറയുകയും ചെയ്ത ഇന്നലെയുടെ മനുഷ്യന്റെ മുമ്പിൽ ആചാരങ്ങളെ എതിർക്കുകയും അശാസ്ത്രീയമെന്ന് പറയുകയും ശാസ്ത്രം ഇതാണെന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്ത് അതിനനുഗുണമായി ജീവിച്ച് കാണിച്ച് മറ്റതിനെ നിരസിക്കുവാൻ കഴിയാതെ ഇരിക്കുക. അതിനപ്പുറം അവന്റേത് അനാചാരമെന്ന് പറഞ്ഞതിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി പ്രസംഗിക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞതിന്റെ ആ ഗതീയത പിടികിട്ടി. ഇന്നത്തെ ആധ്യാത്മികവാദികളിൽ പോലും കണ്ടുവരുന്ന ദുർവിജ്ഞേയമായ, അവന് തന്നെ വിശ്വാസമില്ലാത്ത, അവൻ പഠിച്ച മറ്റുള്ളവർ പഠിച്ചും പഠിക്കാതെയും വിശ്വസിക്കുന്ന, ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന, ശാസ്ത്രീയമെന്ന് അടിവരയിട്ട് പറയുന്ന ആ ചിന്തകളുടെ തലങ്ങളിലേക്ക് മറ്റതിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനിയും അത് നിലനിൽക്കുകയില്ലാത്തതുകൊണ്ട് അതിലേക്ക് കൊണ്ടുപോകാൻ തത്രപ്പെടുന്ന ആധ്യാത്മികവാദികൾ ഉൾപ്പെടെ അവനവനോട് ചോദിച്ചാൽ പ്രയോജനമാണ് ജീവിതം. പഠിക്കുന്നത് ഏത് രംഗത്താണ് അവന് പ്രയോജനപ്പെടുന്നത്? നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ, മനുഷ്യരാശിയെ ഒന്നാകെ എടുത്താൽ ഇതിനായി ചെലവഴിക്കുന്ന സമയവും കാലവും വെച്ച് നോക്കി ആ കാലവും പൈസയും ധാരാളമായി ചെലവഴിച്ച് കഴിഞ്ഞ് അതൊന്നുമല്ല അവന്റെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത്. അല്പനേരത്തെ ആനന്ദത്തിന് അവൻ അവന്റെ ആചാരങ്ങളിൽ തലയൊഴിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് പഠിക്കാൻ മെനക്കെടുന്നതല്ലേ ഉചിതം? ചോദ്യങ്ങളൊക്കെ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയല്ലോ. ഇവിടെയാണ് ദൈവദശകത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പുള്ള അറിവിന്റെ സാപേക്ഷവും നിരപേക്ഷവുമായ രണ്ട് രംഗങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഭാരതീയർ മുമ്പത്തെ പറഞ്ഞ ശബ്ദത്തിലല്ല അവർ പറഞ്ഞത്, അത് ആധുനിക ശബ്ദമാണ്. അതുകൊണ്ട് ഭാരതീയർ അറിവാദ്യമുണ്ടായി എന്ന് വിചാരിച്ചു. അറിവിൽ അറിവും അറിവില്ലായ്മയും നിലനിൽക്കും. അറിവിന്റെ അനന്ത ഭൂമികകളും നിലനിൽക്കും. അറിവില്ലായ്മയിൽ അറിവില്ല. കുറച്ചുകൂടി നന്നായി ഞാൻ പറയേണ്ടിയിരുന്നത്, നിങ്ങളുടെ ആധുനിക പഠിപ്പുകളിൽ അറിവില്ല. പ്രാചീനന്റെ അറിവിൽ നിങ്ങളുടെ ആധുനിക പഠിപ്പുകളാകുന്ന അറിവില്ലായ്മയും ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആദിമമായുള്ളത് അറിവാണ്. അറിവ് ദിശകളിലേക്ക് സംപ്രേഷണം വന്നപ്പോൾ ദിക്കാതിരൂപങ്ങളായി നാലായി. അതിന് ഭാവനാലോലുപനായ കവിത്വമുള്ള ഭാരതീയർ ബ്രഹ്മമുഖത്തു നിന്നുണ്ടായി എന്ന്, നാൻമുഖന്റെ മുഖങ്ങളിൽ നിന്നും. വൈദികി അറിവിന് 4 രൂപങ്ങൾ നൽകി. ഋഗും രജസ്സും സാമവും അഥർവവുമെന്ന് വിശേഷിപ്പിക്കാവുന്ന അറിവുകൾ 4ആയി പുറപ്പെട്ടു. ആദിമമായ ഏകമായ അറിവ്, ഓങ്കാരസ്വരൂപമായ അറിവ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയങ്ങളെന്ന 4 പാദങ്ങളായി പുറപ്പെട്ടു. ഋഗ്യജു സാമം അഥർവങ്ങളായി പുറപ്പെട്ടു. നമുക്ക് വിഷയം അതൊന്നുമല്ല, അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വേണമായിരുന്നു നാം ദൈവദശകം പഠിക്കാൻ. ഇപ്പൊ നമുക്ക് ദൈവദശകത്തിലേക്ക് പോകേണ്ടത് കൊണ്ട് അല്പം സ്പീഡിൽ ആ ഭാഗത്തൂടെ പോകാം. അത് കരണീയമാകൂ. അല്ലെങ്കിൽ സ്വാമി
കൊടുത്ത വിഷയം വിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്ന് നാളെ നിങ്ങൾ പറയാൻ ഇടയാവരുതല്ലോ, കർത്തവ്യം ബാക്കിയും വരരുതല്ലോ. അതുകൊണ്ട് യജുസാമം അഥർവം എന്ന രൂപത്തിൽ നാലായി പിരിഞ്ഞ അറിവിനെ രണ്ട് തലങ്ങളിൽ അവർ വേർതിരിച്ചു. മുണ്ടകത്തിൽ ഇതിന്റെ സാപേക്ഷ്യമുണ്ട്. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് വേദവിദോ വദന്തി. മഹാശാലനായ ശൗനകൻ ഒരു ജീവിതം കൊണ്ട് അനേകം ശാലകൾ കെട്ടിയുണ്ടാക്കിയ അതിഥി മന്ദിരങ്ങളും ഗോശാലകളും ആതുരശാലകളും ഒക്കെ കെട്ടിയുണ്ടാക്കി സകലതിന്റെയും അത്യുന്നതിയിൽ എത്തിക്കഴിഞ്ഞ മഹാശൗനകൻ, മഹാശാലൻ അങ്കിരസിന്റെ പാദാന്തികത്തിൽ എത്തിച്ചോദിച്ചു, കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. ചെറിയ ചോദ്യമായിരിച്ചു. കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. അഗവൻ വെളിയിൽ തന്നെ ഒരു അറിവുണ്ട്. ഭഗവൻ ഭവം നിഹത്യ യോഗം ദദാതീതി. ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ. ഏതൊന്നുകൊണ്ട് ഈ ലോകത്തെ തരണം ചെയ്യാൻ കഴിയുമോ ആ യോഗം, ആ നൗക എനിക്ക് തീർത്തു തരാൻ കഴിവുള്ള അല്ലയോ ഭഗവൻ. ഏത് ഒന്നിന്റെ അറിവ് കൊണ്ടെല്ലാം അറിയുമോ ആ അറിവേതാണ്. കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവം ഇതം വിജ്ഞാതം ഭവതീതി. ഇതമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ലോകത്തിലെ മുഴുവൻ അറിവുകളും ഏത് അതിന്റെ ഭാവങ്ങളാണോ ആ അത് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഇത് 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 എന്ന് ഞാൻ കണ്ടെത്തുന്ന ഈ ലോകത്തിലെ അറിവുകൾ മുഴുവൻ ഏതോ ആദിമമായൊരു അറിവിന്റെ പ്രകടീഭാവങ്ങളാണ്. അനിർവചനീയമായ ആ പരമമായ സത്യത്തെ അറിഞ്ഞാൽ പിന്നെ ഈ അറിവുകൾ പ്രത്യേകിച്ച് അറിയണ്ട. ആ അറിവ് എനിക്കറിയണം. കാരണം ഇത്രയും കാലം ഇതിന് ഓടി ഓടി അന്തമില്ലാത്ത ബഹുശാഖാന്വിതങ്ങളായ അനന്തങ്ങളായ അവ്യവസായികളായ കൃഷ്ണൻ അങ്ങനെയാണ് അർജുനനോട് പറയുന്നത്. ഏ കുരുനന്ദന വ്യവസായാത്മിക ബുദ്ധിരേഖേഹ കുരുനന്ദന ബഹുശാഖ്യനന്ത്യാച്ച ബുദ്ധയോ അവ്യവസായിന. അവ്യവസായിയായ അനന്തങ്ങളായ ശാഖകൾ തിരിച്ചു പഠിപ്പിക്കുന്ന, അതിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന, മനസ്സിലായില്ല, അറിവിനെ ശാഖകളാക്കി അതില് കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കും തോറും അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് ചെല്ലുമെന്ന് പ്രാചീനർ. എല്ലാ സ്പെഷ്യലൈസേഷനും അബദ്ധ പഞ്ചാംഗങ്ങളാണെന്ന് ഭാരതീയ ചിന്ത. കാരണം സമഗ്രമായി കാണേണ്ടത് കാണാതെ അത് മാത്രം കാണുമ്പോൾ അപകടം കൂടുമെന്ന്. യുക്തികളേ നിഗമനിക യുക്തികളില്ല. അതല്ല ഇവിടെ ഉപയോഗിക്കുന്ന ജ്യോതിഷം, ഖഗോള വിജ്ഞാനീയം, ഭാസ്കരന്റെയും മമ്മടന്റെയും ഒക്കെ. അത് വേദാന്തത്തിന്റെ കണ്ണുമാണ്. ഇവയെല്ലാം 6 ശാസ്ത്രങ്ങൾ, ഉപാംഗങ്ങളായ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥപത്യവേദം, ഇതെല്ലാം ചേരുന്നതിനെ ഒന്നിച്ച് ശൗനകനോട് അങ്കിരസ് പറഞ്ഞു, അപരയാണ്, ശ്രേഷ്ഠമല്ലാത്ത വിദ്യ, താഴ്ന്ന തരം വിദ്യ. വേദമൊക്കെ താന്നതാ. ഒരു ഉയർന്ന വിദ്യയുണ്ട്, ഏതക്ഷരമധിഗമ്യത, നാശമില്ലാത്ത ആദ്യത്തെ അറിവ്. അതിൽ നിന്നാണ് ഇതൊക്കെ വളർന്നു വളർന്നു വന്നത്. അതിന് വികാരം വന്നപ്പോഴാ ബാക്കിയുണ്ടായത്. ആ ആദിമമായ അറിവ് അതാണ് അറിയേണ്ടത്. തദക്ഷരമധിഗമ്യത. എന്നിട്ട് അത് പഠിപ്പിക്കുക മുണ്ടകത്തില്. ഭാരതീയ പഠന രീതി ഇതാണ്. ആദ്യമുണ്ടായിരുന്നത് അറിവാണ്. ഒരു ശിശുവിൽ ആദ്യം ആ ശിശു ഉണ്ടാകാൻ തന്നെ അറിവാണ് വിദ്യുത്തിലിരിക്കുന്നത്. വിദ്യുത്തില് ആ വിദ്യുത്ത് ആസുര സമ്പത്തികളെ ഉന്മൂലനം ചെയ്യുകയും വിത്തുകളെ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഭാരതീയ ചിന്തയുടെ ആദ്യത്തെ അറിവിന്റെ പ്രകടീഭാവം. രോഹന്തി സർവബീജാനി. തൊഴിലില്ല എവിടെയാ? രാവിലെ ഗുരുവായൂരപ്പൻ ചതുർത്ഥി ഒന്ന് തൊഴുമ്പോ അവിടുന്ന് ശ്രീസൂക്തം ജപിക്കുന്നത് കേൾക്കാറുണ്ടാവും. തൊഴിലില്ല. ഇനി വരുമ്പോ ശ്രദ്ധിക്കുക, ഇവിടെ ഇടയ്ക്ക് ജപിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശ്രീസൂക്തത്തിനകത്തുണ്ട് ഈ സാധനം. രോഹന്തി സർവബീജാനി. സർവബീജാനി രോഹന്തി. എവിടുന്നാണ് ബീജം ഉണ്ടാകുന്നത്? ഇടിയിൽ നിന്ന്. ഇടി 2 കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. ഒന്ന് പുതിയ ബീജത്തെ ഉണ്ടാക്കുന്നു, 2 ദുഷ്ടന്മാരെ ഇല്ലാതാക്കുകയും ചെയ്യും. ഈ ഒരു ആയുധമാ കയ്യിലുള്ളതെന്നാ പറയാം. വള്ളത്തോൾ ആ ഉദ്ദേശത്തിലാണോ എന്നറിയില്ല. മിന്നൽ നിൻ പള്ളിവാൾ, മേഘം നിൻ പള്ളിത്തേർ, ഉന്നത മാമിടി നിൻ പടഹം,
ശാശ്വതമാകും അകൃത്രിമ ശബ്ദങ്ങൾ ഈശ്വരി നിഞ്ചയകാഹളങ്ങൾ. കാരണം ദുഷ്ടതയെ വെല്ലാനും നന്മയെ ഉണ്ടാക്കാനും ഈ വാളുമായാണ് ഇവൾ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രാചീനമായൊരു സങ്കല്പം. അങ്ങനെ പറയില്ലേ, നിങ്ങളോട് നല്ലത്. എന്റെ ഭാഷയിൽ ഏറ്റവും വലിയ ശാസ്ത്രം, അതിൽ അറിവിരിപ്പുണ്ട്. ആ അറിവ് ബീജമായാൽ അത് എൻ്റെ അച്ഛൻ കഴിക്കും. അപ്പോഴും അറിവാ അച്ഛൻ കഴിക്കുന്നത്. അച്ഛനോട് വൈദ്യൻ പറഞ്ഞു കൊടുക്കും, അവിടെ നായ്ക്കുരണപ്പരിപ്പിരിപ്പുണ്ട്, 1/2 കിലോ വാങ്ങിച്ച് പാൽക്കഷായം വെച്ച് കഴിച്ചോളാൻ. അറിവ് അച്ഛൻ കഴിച്ചു. 25 പച്ചവെണ്ടയ്ക്ക തിന്നോളാൻ പറഞ്ഞു. ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ പറയും, നല്ല വെടലത്തേങ്ങ കഴിക്കടോ പിള്ള എന്ന് പറയും. അങ്ങനെ പിള്ളയ്ക്കൊരു പേരും വരും, വെടലമായ. ഇരിപ്പുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്. അപ്പൊ ഇവിടെ ഒരു അറിവാണ് അയാൾ കഴിക്കുന്നത്. ഈ അറിവ് അവിടെ എത്തിയാൽ ആ അറിവാണ് ഞാനായി രൂപാന്തരപ്പെടുന്നത്. എൻ്റെ അച്ഛൻ കഴിച്ച ഈ ആഹാരമാണ്, റൊട്ടിയാണ് ഞാനായിട്ട് ഇങ്ങ് വന്നത്. എനിക്ക് പ്രാദുർഭാവം ഉണ്ടാവും, പ്രാഗട്യം, ജനി പ്രാദുർഭാവേ. ആ അറിവ് ഏറ്റവും സൂക്ഷ്മമായിരിക്കാം. ഇനി എന്തെല്ലാം പുറത്തുനിന്ന് വരുമ്പോഴും അതെല്ലാം ഈ അറിവിൽ ചേർന്നാണ് രമിക്കുക. എന്റെ ആദിമമായ അറിവ് മാത്രമായി ഞാൻ വിലസിയാൽ, മഹസാകുന്ന ആ ആദിമമായ അറിവിൽ ഞാൻ വിലയം പ്രാപിച്ചു നിന്നാൽ ഈ ലോകമൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അതിൽ ആന്തോളനങ്ങൾ വന്ന് ഗുണാത്മികയായി എന്റെ പ്രകൃതി രൂപാന്തരപ്പെട്ടാൽ എനിക്ക് ശത്രുവും മിത്രവും ഏട്ടനും അനിയനും അച്ഛനും അമ്മയുമാകുന്ന പുരുഷാപരാധങ്ങളുള്ള അറിവുകളെല്ലാം രൂപാന്തരപ്പെടുകയായി. എന്റെയെന്നും നിന്റെയെന്നും അവന്റെയെന്നും അവളുടേതെന്നും സംജ്ഞയുള്ള 1000 കൂടുകളും കൂട്ടായ്മകളും ഉണ്ടാവുകയായി. അതിനോട് കൂടുകൂട്ടി മത്സരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് കൊണ്ട് ഈ അറിവുണ്ടാവില്ല. ആ പഠിപ്പേ ആധുനിക പഠിപ്പിനുള്ളൂ. എന്റെ കൂടും നിന്റെ കൂടും അവന്റെ കൂടും അവളുടെ കൂടും എങ്ങനെ അവന്റെയും അവളുടെയും നിന്റെയും അതും ഇതുമെല്ലാം പറിച്ചു കളഞ്ഞ് എന്റെ കൂട് വികസിപ്പിക്കാം എന്ന മത്സരത്തിന് വിദ്യയെന്ന് പേരില്ല. മനസ്സിലായില്ല? അതിനപ്പുറം ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല. മറിച്ച് ആദിമമായ അറിവ് തന്നെയാണ് എന്നിലും അവനിലും അവളിലുമെല്ലാം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം നാരായണഗുരു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവിടെ അവരന് സുഖത്തിനാവുകയും ചെയ്യും. അപ്പോൾ മാത്രം. അല്ലെങ്കിൽ നാരായണഗുരുവിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് നടന്നാലും അവരന് സുഖത്തിനായി വരില്ല. എക്സ്ട്രീംലി സബ്ജക്റ്റീവ്, ആത്മനിഷ്ഠം. ഈ ഒരു തലത്തിൽ വിദ്യയുടെ മഹത്വം അറിഞ്ഞു ഭാരതീയർ. അപ്പൊ നമുക്കൊന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യമുള്ളത് അറിവായിരുന്നു. ലോകം അറിവ് തന്നെ ആകാരം കൊണ്ടു നിന്നതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കുള്ള യാത്രയാണ് പൗരാണികത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള യാത്ര. എത്ര ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങളെ അറിയുന്നുവോ, എത്ര ദൃശ്യവിന്യാസങ്ങളെ മനസ്സിലാക്കുന്നുവോ, അവയ്ക്ക് പ്രാധാന്യം എത്ര നൽകി അഹമ്മമതാദികൾ ഉണ്ടാകുന്നുവോ, അത്രയും അറിവില്ലായ്മ ഘനീഭവിക്കുന്നു. തിരിച്ചുപോക്കാണ് അറിവ്. ഈ അർത്ഥത്തിലാണോ എന്നറിയില്ല. പ്രകൃതി ഗായകനായ വേഴ്സ്വർത്ത് പാടും, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ്. നരന്റെ താപൻ ശിശുവാണു നിർണയം. എറ്റേണിറ്റിയിൽ നിന്ന് വരികയും എറ്റേണിറ്റിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന മാനവൻ അവന് പ്രായമാകും തോറും എറ്റേണിറ്റിയിൽ നിന്ന് അകലം കൂടുകയാണ്. ശിശു അടുത്താണിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛ എന്ന് കുഞ്ഞിനെ വിളിക്കുന്നതാണ് മര്യാദ. നിങ്ങൾക്ക് ആ ട്രാൻസ് അനുഭവിക്കാൻ കഴിയുമെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ദ ട്രാൻസ്, ക്ഷുദ്ര സമാധി. വേർഡ്സ്വർത്ത് അനുഭവിച്ചിട്ടുണ്ടാകണം ടിൻറ്റേണാബി ലൈൻസിലും മറ്റും. എക്സ്കർഷനിലുണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദനോട് ടേസ്റ്റി പറഞ്ഞത്. മൈ ഏക്കിംഗ് ജോയ്സ് ആൻഡ് ബിസി റാപ്ചേഴ്സ്. വേർഡ്സ്വർത്ത് പാടി പോകുമ്പോൾ ഇതൊക്കെ ഓർത്തിട്ടുണ്ടാവുമോ ആവോ? പാശ്ചാത്യനും ഓർക്കാൻ സാധ്യതയുണ്ടല്ലോ. കാരണം അറിവിന് പാശ്ചാത്യവും പൗരസ്ത്യവും ഇല്ലല്ലോ.